ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്നൊരു യാത്ര പോവാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു യാത്ര പോവാണ്. എന്താ പറയുക, ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ട്രിപ്പ്. കുറേ നാളായി ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നിരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴാണ് സമയമായത്, കൊറോണയ്ക്ക് ശേഷം. അങ്ങനെ ഒരു നമ്മൾ പഴനിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ലോങ് ട്രിപ്പായിട്ട് നമ്മളിപ്പോഴാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ്. സന്തോഷത്തോടു കൂടി പോയിട്ട് വരാൻ. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇനി ഒരു ടിക്കറ്റ് കൺഫേം അല്ല, ഒരു കൺഫേം. അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നിരിക്കുന്നത്. പുലർച്ചെ 1:45 കേട്ടോ അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ എവിടേക്കാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ എവിടേക്കായിരിക്കും ഊഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടിരിക്കാം. ചേട്ടൻ ഇതാ പോണു. ചേട്ടൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ നടക്കാം. 1:45 എത്തിച്ചേർന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകാം. ചേട്ടൻ പെട്ടെന്ന് നടന്നങ്ങ് എത്തിയിട്ടുണ്ട്. നമ്മൾ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു വണ്ടി എല്ലാവരും കൂടി ഒരു ഷെയർ ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഞാനന്ന് ഞങ്ങൾ വണ്ടിയിൽ അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ട്. ഞങ്ങൾ കുളിച്ച് ഇറങ്ങി. നമ്മൾ മൂകാംബികയിലേക്കാണല്ലോ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുളിച്ച് റൂമിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാൻ. നമ്മൾ ഉറങ്ങിപ്പോയി. കണ്ടോ, അവിടെ ഒരു കാളേനെ കാണാം. കണ്ടോ, അപ്പോൾ നമുക്ക് കാളേനെയൊക്കെ കണ്ടുകൊണ്ട് പോവാം. നല്ല രസമാണ് കാണാനൊക്കെ. ഒരു പ്രത്യേക ആംബിയൻസ്. വലിയ മോഹമായിരുന്നു പൂവൊക്കെ വെക്കണതൊക്കെ. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിന് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പുട്ടൊക്കെ വെച്ചു. പിന്നെ കുറച്ച് എന്തെങ്കിലും കഴിക്കണം. ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ കയറിക്കണത്. അവിടെ പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദോശ വന്നപ്പോഴൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വിട്ടുപോയി. നമ്മളിപ്പോൾ തൊഴാനുള്ള തിരക്കിലാണ്. മസാല ദോശ പൂരി മസാല മേടിച്ച ക്യൂ ഉണ്ട്, നല്ല ക്യൂ ഉണ്ട്.
ക്യൂലാണ് നിൽക്കണത്. താലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ദേവിയെ കാണാൻ പോകുമ്പോൾ എല്ലാവരും ഈ പൂ മേടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും വാങ്ങിച്ചു കൊടുക്കാനായിട്ട്, ഭഗവതിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂവിലാണ് നിൽക്കുന്നത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഭഗവതീനെ കാണാനും തൊഴാനും ഒക്കെ നമുക്ക് സാധിച്ചു കേട്ടോ. ഒരുപാട് നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. രാവിലെ നമുക്ക് അത്രയും സന്തോഷവും സമാധാനമൊക്കെയാണല്ലോ അമ്പലത്തിനുള്ളിൽ. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഞാൻ അവിടെ അങ്ങനെ ചവിട്ടിയപ്പോഴേ വല്ലാത്തൊരു ഇതായിരുന്നു. എത്രയോ വർഷത്തെ ആഗ്രഹമാണെന്നറിയോ എൻ്റെ ആ ഒരു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഇപ്പോഴ് വോയിസ് ഓവർ കൊടുക്കണമെന്നായിരുന്നു ആ മനസ്സിൽ സന്തോഷമുണ്ടല്ലോ. തുടങ്ങി ഇതാ ദീപസ്തംഭം, പിന്നെ അവിടെ ചണ്ഡിക ഹോമമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ സരസ്വതി മണ്ഡപമാണ്. ഒരുപാട് കുട്ടികൾ എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സമയം അവിടെ കുറച്ച് നേരം നമ്മൾ നിന്നതിന് ശേഷമാണ് അവിടെ ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹരിശ്രീ ഗണപതായി എന്നൊന്നെങ്കിലും ഒന്ന് എഴുതാനായിട്ട് നമുക്ക് സാധിച്ചത് കേട്ടോ. അവിടെ ഇരുന്ന് വായിക്കാനൊക്കെ സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചുറ്റി നടന്നുകൊണ്ട് ഒരുപാട് കുട്ടികൾ എഴുത്തിനിരുത്തുന്നതൊക്കെ കാണും. നമുക്ക് കണ്ണിന് ഭയങ്കര സന്തോഷമാണല്ലോ അതൊക്കെ. പിന്നെ ഇവിടെയാണ് കേട്ടോ ചണ്ഡിക ഹോമമൊക്കെ നടക്കുന്നത്. അപ്പോൾ ചണ്ഡിക ഹോമം നടക്കുന്ന സ്ഥലം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജിയാണ്. ആ ഒരു പുകയും നാളങ്ങളും ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ്. കണ്ടോ തീനാളങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ നമുക്ക് അവിടെ ഇങ്ങനെ എന്താ പറയുക കണ്ടോ ദീപനാളങ്ങൾ ഉയരുന്നത്. അങ്ങനെ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ. പിന്നെ നന്നായി പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് കുടജാദ്രിയിൽ അവിടെയൊക്കെ പോയി ഒരുപാട് നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ആ വിശേഷങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ ദീപങ്ങളൊക്കെ, അതായത് നിലവിളക്ക് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങുകളാണ് കേട്ടോ ഇതൊക്കെ. ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ തേരാണ്, സ്വർണ്ണത്തേരാണ്. അത് കാണാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി കണ്ടു നിന്നു. പിന്നെ എന്താ സ്വർണ്ണത്തേരിൽ ദേവി വരുന്ന അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പുതിയ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.